ഹലോ പോസിറ്റീവ് സോൾസ്, വെൽക്കം ടു സ്പിരിച്വൽ ഹീലിംഗ് ടാരറ്റ്സ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഇത് സംഭവിക്കുന്നതിന് തൊട്ട് മുമ്പായിരിക്കും നിങ്ങൾ ഇത് കണ്ടെത്തുക ഈ ഒരു വീഡിയോ. അപ്പോൾ അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ആയ ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. ഇനി പൈൽ നമ്പർ 1 ആണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നത്. ഈ ഒരു ഏലക്ക ആണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നത് എങ്കിൽ പൈൽ നമ്പർ 1. അതുപോലെ ഗ്രാമ്പു ആണ് ചൂസ് ചെയ്യുന്നത്, പൈൽ നമ്പർ 2. അതുപോലെ ബേ ലീവ്സ് ആണ് ചൂസ് ചെയ്യുന്നത് എങ്കിൽ പൈൽ നമ്പർ 3. സോ ഇതിൽ ഏത് സുഗന്ധവ്യഞ്ജനമാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നത് അത് ആണ് നിങ്ങളുടെ റീഡിങ്. ഓക്കെ, നിങ്ങൾ ചൂസ് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദ റീഡിങ്. പൈൽ നമ്പർ 1. സോ പൈൽ നമ്പർ 1 ആണ് നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ റീഡിങ്സ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. ലെറ്റ്സ് സ്റ്റാർട്ട്. ഓക്കെ, so pile number 1. Let's start the reading. നിങ്ങളുടെ ജീവിതത്തിൽ ഇത് സംഭവിക്കുന്ന തൊട്ട് മുമ്പായിരിക്കും ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടെത്തുന്നത്. പൈൽ നമ്പർ 1 നിങ്ങൾക്കുള്ള സന്ദേശങ്ങൾ എന്താണ് എന്ന് നമുക്ക് നോക്കാം. പൈൽ നമ്പർ 1. Let's start the reading. So ഫസ്റ്റ് 1 നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഒരു എനർജി എന്ന് പറയുന്നത് നമ്പർ 6. അതേപോലെ തന്നെ 6 ഓഫ് കപ്സ് എനർജി കണക്ഷൻസ് ആണ്. ആൻഡ് നെക്സ്റ്റ് വന്നിട്ട് 8 ഓഫ് കോയിൻസ് എനർജി കണക്ഷൻസ്, മൂൺ കാർഡ് ആൻഡ് 5 ഓഫ് കോയിൻസ്. ലാസ്റ്റ് വന്നിട്ട് വേൾഡ് കാർഡ്. നിങ്ങളുടെ മെയിൻ തീം വന്നിട്ടുള്ളത് ജസ്റ്റിസ് എനർജി ആണ്. ഓക്കെ, ജസ്റ്റിസ് സാറ്റേൺ എനർജി കണക്ഷൻസ് ആണ്. ഓക്കെ, സോ ഫസ്റ്റ് നമ്മൾ 8 ഓഫ് പെൻഡക്കിൾസ് എനർജി, പെൻഡക്കിൾ എനർജിയാണ്. ദാറ്റ് ടു 8 ഓഫ് പെൻഡക്കിൾസ് അല്ലെങ്കിൽ 8 ഓഫ് കോയിൻസ് എനർജിയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു എനർജി. ഈ ഒരു ലൈഫ് ഓരോരുത്തരെയും സംബന്ധിച്ചിടത്തോളം എല്ലാവരുടെയും ജീവിതത്തിൽ ഇപ്പോൾ നിങ്ങളുടെ എനർജിയിൽ പറയുകയാണെങ്കിൽ നമ്മളിത് കുറച്ച് അസ്ട്രോളജിക്കൽ ബേസിസിലുള്ള കാർഡാണ്. അപ്പോൾ സൂര്യൻ കന്നിരാശിയിൽ അല്ലെങ്കിൽ സൺ ഇൻ വിർഗോ എനർജിയാണ്. സോ ഇത് സൂചിപ്പിക്കുന്ന വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള നിങ്ങൾ ആഗ്രഹിച്ച പോലെ ഒരു ജീവിതം, ആഗ്രഹിച്ച ഒരു സംതൃപ്തിയും സമാധാനവും സന്തോഷവും ജീവിതത്തിലേക്ക് ലഭിക്കുന്നു എന്നുള്ളൊരു മെസ്സേജാണ്. നിരന്തരമായിട്ടുള്ള വളരെ സന്തുഷ്ടമായിട്ടുള്ള ഒരു ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പോൾ കരിയറിൽ വളരെ സമ്പുഷ്ടിയും ഐശ്വര്യവും ഒക്കെ വരുന്ന സമയം എന്നുള്ള രീതിയിൽ നമുക്കിതിനെ കാണാവുന്നതാണ്. പുതിയ പുതിയ പല പ്രൊജക്ട്സുകളും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് തൃപ്തികരമായിട്ടുള്ള ഒരു കാര്യം. ജീവിതത്തിൽ നിങ്ങൾക്ക് അധികം വർക്ക് ലോഡ് ഇല്ലാതെ കാര്യങ്ങൾ കുറച്ച് സുഗമമായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ എന്നുള്ള രീതിയിലാണ്. നിങ്ങളുടെ പുതിയ പല സ്കിൽസും നിങ്ങൾക്ക് അറിയാനും മറ്റുമൊക്കെ പറ്റുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ഗുഡ് ലക്ക് നിങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളത് കൂടിയിട്ടാണ്. അതേപോലെ നിങ്ങളുടെ ഡ്രീം കം ട്രൂ എന്ന് പറയുന്ന കാര്യങ്ങൾ പലതും, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ പലതും പ്രോഫിറ്റബിൾ ആയിരിക്കും. ഡ്രീം കം ട്രൂ സമയമാണ് ഇപ്പോൾ. അപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റുന്ന ഒരു എനർജി എന്നുള്ള രീതിയിൽ പറയാം. അതേപോലെ തന്നെ വളരെയധികം പോസിറ്റീവായിട്ട് കാര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത്, ജോലി സംബന്ധമായിട്ട് പ്രത്യേകിച്ച് കരിയറിൽ ഒരു സംതൃപ്തി തരുന്ന സമയം ആണ് നിങ്ങൾ ഇപ്പോൾ മുന്നോട്ടേക്ക് വരുന്ന ഒരു സമയം എന്നുള്ള രീതിയിലും ഒത്തിരി പ്രോഫിറ്റ് നേടാൻ പറ്റുന്ന സമയമാണ്. ഇപ്പോൾ നിങ്ങൾ ബിസിനസ്സാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ബിസിനസ്സിൽ നിങ്ങൾക്ക് ഒത്തിരി പ്രോഫിറ്റബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രോഫിറ്റ് ഒത്തിരി നേടാൻ പറ്റുന്ന ഒരു അവസരം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്നുള്ളത് ഇതിവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ഓക്കെ, ഇനി നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുക നെക്സ്റ്റ് വന്നിട്ട് നമ്മൾ 4 ഓഫ് പെൻഡക്കിൾസ് എനർജിയാണ്. 4 ഓഫ് പെൻഡക്കിൾസ് എനർജി എന്ന് പറയുമ്പോൾ കുറച്ചൊരു നെഗറ്റീവ് സൈഡ്, 5 ഓഫ് പെൻഡക്കിൾസ് എനർജി എന്ന് പറയുമ്പോൾ കുറച്ച് നെഗറ്റീവ് സൈഡാണ് പലരും ചിന്തിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഈ ഒരു എനർജി 5 ഓഫ് പെൻഡക്കിൾസ് അല്ലെങ്കിൽ 5 ഓഫ് കോയിൻസ് നമ്മൾ പറയുന്ന ഈ ഒരു എനർജി മെർക്കുറിയാണ് ടോറസിൽ ഉള്ളത്. അപ്പോൾ ഈ ഒരു എനർജി എന്ന് പറയുന്നത് ഒരു തരത്തിലൊരു നെഗറ്റീവ് സൈഡ് കൊണ്ടുവരുന്ന ഒരു കാര്യം കൂടിയിട്ടാണ്. പക്ഷെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ ഒരു എന്താ പറയുക,
എന്തെങ്കിലും കാര്യങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ഇവിടെ ഒരു ജസ്റ്റിസ് കണക്ഷൻ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സാറ്റേൺ എനർജി സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് മിസ്ഫോർച്യൂൺ കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് എത്തുക എന്ന് പറയുന്നത് നിങ്ങളുടെ ഭാഗത്തുനിന്ന് നിങ്ങൾ ചെയ്യുന്ന, നിങ്ങൾ മോറലി കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പോൾ ഗാംബ്ലിങ്, ചൂതാട്ടം, അല്ലെങ്കിൽ അതുപോലെ മറ്റുള്ളവരുടെ, അതായത് നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസ അല്ലാത്ത കാര്യങ്ങളിലോ, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും നെഗറ്റീവായിട്ട് പല കാര്യങ്ങളും ചിന്തിക്കുക, സാമ്പത്തികമായിട്ടുള്ള കാര്യമാണെങ്കിൽ മറ്റൊരാളിൽ ചതിച്ച് കാര്യങ്ങൾ നേടുന്നു, മാനിപ്പുലേറ്റ് ചെയ്യുന്നതും, അല്ലെങ്കിൽ ഈവൻ ലോട്ടറി അങ്ങനെയുള്ള ഭാഗ്യങ്ങളൊന്നും ലഭിക്കുന്നുണ്ടാവില്ല. പക്ഷെ നിങ്ങളായിട്ട് ഹാർഡ് ഏൺ മണി, നിങ്ങൾ ചെയ്യുന്ന ജോലിക്ക് നിങ്ങൾ വളരെ സത്യസന്ധതയോട് കൂടിയിട്ടും ലീഗലായിട്ടും ഒക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് ലാഭം ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം. ഇവിടെ മിസ്ഫോർച്യൂണും കാര്യങ്ങളും, ഇപ്പോൾ മെർക്കുറി ടോറസ് എനർജിയാണ്. അപ്പോൾ മെർക്കുറി ടോറസ് എന്ന് പറയുമ്പോൾ ഒരു തരത്തിൽ നിങ്ങളുടെ ഭാഗത്തുനിന്ന് സ്ട്രോങ് സാറ്റേൺ കണക്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങളുടെ ഭാഗത്ത് നിങ്ങൾ പോസിറ്റീവായിട്ട് മോറലായിട്ട് ഇരിക്കുന്നിടത്തോളം കാലം നിങ്ങൾക്ക് അതായത് നെഗറ്റിവിറ്റി ഒന്നും വരുന്നില്ല. അപ്പോൾ ഈവൻ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി, ഇപ്പോൾ പണം പലിശയ്ക്ക് കൊടുക്കുന്ന അതുപോലെയുള്ള ഒരു ഇതിൽ നിൽക്കുകയാണെങ്കിലും നിങ്ങൾ ലീഗലായിട്ടുള്ള രീതിയിലാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. നിങ്ങൾ സ്ട്രെയിറ്റ് ഫോർവേഡാണ് നിങ്ങളുടെ കാര്യങ്ങളിൽ, ഡോക്യുമെൻറ്റേഷൻ എല്ലാ കാര്യങ്ങളും ഓക്കെ ആണെങ്കിൽ വേറെ പ്രത്യേകിച്ച് ഇഷ്യൂസും കാര്യങ്ങളൊന്നും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്നതായിട്ട് കാണിക്കുന്നില്ല. അങ്ങനത്തെ ഒരു എനർജി തന്നെയാണ് നിങ്ങളെ സംബന്ധിച്ചൊരു പോസിറ്റിവിറ്റിയാണ്. ഓക്കെ, അതേപോലെ തന്നെ നെക്സ്റ്റ് മൂൺ കാർഡാണ്. ആൻഡ് മൂൺ എനർജി പല കാര്യങ്ങളും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം മൂൺ എനർജി എന്ന് പറയുന്നത് തന്നെ ഒരു ക്ലാരിറ്റി കുറവാണ് പല കാര്യങ്ങളും നമ്മളെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ മൂണിൻ്റെ എനർജി ക്യാൻസർ ആൻഡ് മൂൺ കണക്ഷനാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഈ ഒരു ക്യാൻസർ ആൻഡ് മൂൺ എനർജിയാണ്. അപ്പോൾ ഇത് ട്രഡീഷണലായിട്ട് പല കാര്യങ്ങളും നിങ്ങളുടെ സ്വപ്നങ്ങളും രാത്രിയും ഒക്കെ ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ട്, അപ്പോൾ സ്വപ്നങ്ങളെന്ന് പറയും പല കാര്യങ്ങളും നിങ്ങൾ സ്വപ്നത്തിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു എനർജിയാണ്. അതേപോലെ തന്നെ മൂൺ എനർജി എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ മൂൺ സൈൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ നക്ഷത്രം ഏതാണ് നിങ്ങൾക്കറിയാം, നിങ്ങളുടെ നാളെ നക്ഷത്രമൊക്കെ ഏതാണെന്ന് അറിയാമെങ്കിൽ അതിൻ്റെ എനർജി അനുസരിച്ചിട്ടായിരിക്കും നിങ്ങൾ കാര്യങ്ങൾ പോകുന്നത്. ഇപ്പോൾ ഇവിടെ സംബന്ധിച്ച് മൂൺ പൊതുവെ എനർജി ഇൻറ്റ്യൂഷനും അതേപോലെ തന്നെ നിങ്ങൾ സ്വപ്നജീവികളാണെന്ന് ചില ആളുകൾ നിങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ അനുസരിച്ചായിരിക്കും നിങ്ങൾ നീങ്ങുന്നത്. നിങ്ങളുടെ വളരെ വരാൻ പോകുന്ന കാര്യങ്ങൾ കാലേക്കൂട്ടി മനസ്സിലാക്കുന്ന ആളുകൾ, പ്രത്യേകിച്ച് പൈസസ് എനർജിയാണ് നിങ്ങളെങ്കിൽ ഇതൊരു സ്ട്രോങ് മെസ്സേജാണ്. പല കാര്യങ്ങളും നിങ്ങൾക്ക് നേരത്തെ അറിയാൻ പറ്റും. പല കാര്യങ്ങളും നിങ്ങൾ വ്യക്തതയോട് കൂടിയിട്ട് കണ്ട് മനസ്സിലാക്കി ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ തന്നെയാണ്. പല കാര്യങ്ങളെയും നിങ്ങൾ വരാൻ പോകുന്ന കാര്യങ്ങളെ മനസ്സിലാക്കി മുന്നോട്ടേക്ക് പോകുന്നു എന്നുള്ളത്. അതേപോലെ തന്നെ ഈ ഒരു എനർജി എന്ന് പറയുന്നത് മൂൺ അക്കമ്പനീഡ് ബൈ എന്താ പറയുക ഗോഡസ് ഡയാന, ഗോഡസ് ഓഫ് മൂൺ, ആ ഒരു എനർജിയാണ്. അപ്പോൾ ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് സൂചിപ്പിക്കുന്നത് ബിയോണ്ട് യുവർ ഇമാജിനേഷൻ, നിങ്ങളുടെ ചിന്തയ്ക്ക്, നിങ്ങളുടെ വിഷ്വലൈസേഷൻ ചിന്താഗതിക്ക് അപ്പുറത്ത് പല കാര്യങ്ങളും നിങ്ങൾക്ക് നേടാൻ പറ്റുന്ന സമയമാണിത്. പ്രത്യേകിച്ച് പൈസസ് എനർജി ആണെങ്കിൽ, കാരണം പൈസസ് ഓൾറെഡി ഇമാജിനേഷൻ, വളരെ വൈൽഡ് ഇമാജിനേഷനുള്ള ആളുകളാണ്. ചിന്തകൾ വളരെയധികം, അതായത് മാജിക്കൽ മൊമെൻറ്റ്സ് എന്നൊക്കെ നമ്മൾ പറയില്ല, അത്ഭുതം സംഭവിക്കുക ജീവിതത്തിൽ, യു കുഡ് എക്സ്പെക്ട് മിറാക്കിൾസ്, ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കാൻ സാധ്യതയുള്ളൊരു സമയമാണ്. മാജിക്കൽ മൊമെൻറ്റ്സ് ജീവിതത്തിൽ ഉണ്ടാകുന്ന ഈ ഒരു ഫേസ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പല കാര്യങ്ങളും നിങ്ങൾക്ക് വ്യക്തത ഇല്ലെങ്കിൽ കൂടി, മൂൺ എനർജി ക്ലാരിറ്റി ഇല്ലായ്മ ചില സിറ്റുവേഷനിൽ ഉണ്ടെങ്കിൽ കൂടിയും ഇപ്പോൾ നിങ്ങൾക്ക് ക്ലാരിറ്റിയുടെ ആവശ്യമില്ല. മുന്നോട്ടേക്ക് പോകുമ്പോൾ എവിടെ എത്തുമ്പോഴാണ് നിങ്ങൾക്ക് വ്യക്തത വരേണ്ടത്, അവിടെ എത്തുമ്പോൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് വ്യക്തമായിട്ട് ഒരു ഫോഗ് പോലെയാണ്. അതായത് നിങ്ങൾ നടന്നു പോകുമ്പോൾ മൂടൽമഞ്ഞാണ്, അപ്പോൾ തൊട്ടടുത്തുള്ളതേ കാണാൻ പറ്റൂ, അടുത്തത് കാണണമെങ്കിൽ കുറച്ചും കൂടി മുമ്പോട്ടേക്ക് നടക്കണം. അപ്പോൾ നിങ്ങൾ എത്തേണ്ടിടത്ത് എത്തുമ്പോൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ക്ലാരിറ്റി വരുന്നു എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ വ്യക്തത ഇല്ല, എങ്ങനെ മുന്നോട്ടേക്ക് പോകും എന്നുള്ളൊരു ചിന്തയിൽ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ എത്രത്തോളം നിങ്ങൾക്ക് വ്യക്തതയുണ്ടോ അത്രയും ദൂരം പോവുക. അവിടെ എത്തുമ്പോൾ വീണ്ടും വ്യക്തമായിട്ട് കാര്യങ്ങൾ മുന്നോട്ടേക്ക് വരും. അതായത് അനാവശ്യമായിട്ട് ടെൻഷനും പ്രഷറും സ്ട്രെസ്സും ഒന്നും വരുത്തി വെക്കേണ്ട. നിങ്ങളുടെ ഇൻറ്റ്യൂഷന് എന്താണോ അത് ബിലീവ് ചെയ്തിട്ട് മുന്നോട്ടേക്ക് വരിക എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ നെക്സ്റ്റ് വന്നിട്ട് വേൾഡ് കാർഡ് എനർജിയാണ്. അപ്പോൾ ഈ ഒരു എനർജി വളരെ പോസിറ്റീവായിട്ടുള്ളൊരു എനർജി തന്നെയാണ്. അതേപോലെ നമുക്ക് സ്ട്രോങ് മെസ്സേജസും എനർജീസ് ഇവിടെ ലിയോ എനർജി, അതേപോലെ അക്വാറിയസ് എനർജി ഉണ്ട്, ജൂപ്പിറ്റർ സ്കോർപിയോ എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്ന നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന എനർജീസൊക്കെ വളരെയധികം
വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു എന്താ പറയുക, ജീവിതത്തെ ചലഞ്ചസിനെ അതിജീവിച്ചിട്ട് മുന്നോട്ടേക്ക് പോകുന്ന ഒരു എനർജിയാണ് പൊതുവേ ഇതെല്ലാം. അതായത് ലോങ് ടേം ചലഞ്ചസ് ആണ് ഇതിവിടെ സൂചിപ്പിക്കുന്നത്. ജീവിതത്തിൽ നിങ്ങൾ ഒത്തിരി കാലമായിട്ട് ആഗ്രഹിച്ച കാര്യങ്ങൾ അച്ചീവ് ചെയ്യുന്നു, നിങ്ങളുടെ ഗോൾസ് മീറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതേ സമയം ജോബ് വെൽ ഡൺ, അല്ലെങ്കിൽ ജോലിയിൽ ആഗ്രഹിച്ച പോലെ കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റുന്നു എന്നുള്ളതാണ്. അതേപോലെ പല കാര്യങ്ങളുടെയും അവസാനമാകാം പര്യവസാനം, എൻഡ് ഓഫ് എ ചാപ്റ്റർ, ഒരു ചാപ്റ്ററാണ് അവസാനിച്ചിരിക്കുന്നത്, അപ്പോൾ പുതിയൊരു ചാപ്റ്റർ തുടങ്ങും എന്ന് തന്നെ. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് മുന്നോട്ടേക്ക് പോവുക എന്നുള്ളതാണ്. ഒരു കാര്യം പൂർണ്ണമായിട്ടും പര്യവസാനിപ്പിച്ചിട്ട് പുതിയ കാര്യത്തിലേക്ക് പോകുക, അല്ലാതെ ഒരെണ്ണം പകുതിക്ക് ഇട്ടിട്ട് പുതിയയിലേക്ക് പോകാതിരിക്കുക. ഒരു കാര്യം പൂർണ്ണമായിട്ടും അവസാനിപ്പിച്ചിട്ട് പുതിയയിലേക്ക് പോകാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു റെക്കഗ്നീഷൻ, ഒരു പബ്ലിക് അക്നോളജ്മെൻ്റ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സമയം കൂടിയിട്ടാണ് ഇത് സൂചിപ്പിക്കുന്നത്. വളരെ എന്താ പറയുക, നിങ്ങൾ വളരെയധികം നിങ്ങളെ പ്രൂവ് ചെയ്യുന്ന സമയമാണ്, നിങ്ങൾ വേർത്തിയാണ് എന്ന് നിങ്ങൾ പ്രൂവ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ സ്പിരിച്വൽ ആൻഡ് മെറ്റീരിയലിസ്റ്റിക് വേൾഡിൽ നിങ്ങളുടെ ആ ഒരു കഴിവുകൾ ഉപയോഗപ്പെടുത്തുകയാണ്. പലരും നിങ്ങളുടെ ആ ഒരു ആത്മീയമായിട്ടുള്ള കഴിവുകൾ, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എന്താണ് എന്നുള്ളത്, ചില ആളുകൾ ആത്മീയതയിലേക്ക് കൂടുതൽ ഇറങ്ങുന്നുണ്ട്, അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പബ്ലിക് സ്പീച്ച് കാര്യങ്ങളൊക്കെ നടത്തുന്നതായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരേ സമയം തന്നെ സ്പിരിച്വലി ആൻഡ് മെറ്റീരിയലിസ്റ്റിക്കലി മുന്നോട്ടേക്ക് പോകുന്ന എനർജിയാണ്. കാരണം ഇവിടെ സ്പിരിച്വൽ കണക്ഷൻസ്, സ്ട്രോങ് ആയിട്ടുള്ള സ്പിരിച്വലി കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു എനർജി ഉണ്ട്. അതായത് സാമ്പത്തികമായിട്ടും വളരെയധികം മുന്നേറുന്നു, ജോലി കാര്യങ്ങൾ, അതേപോലുള്ള ഫിസിക്കൽ വേൾഡിൽ നമുക്ക് വേണ്ട കാര്യങ്ങൾ, അതേപോലെ ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ, നമുക്ക് മാനസികമായിട്ട് ആ പ്രകൃതിയും പ്രപഞ്ചവുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന എനർജിയൊക്കെ നിങ്ങളിലുണ്ട്. അപ്പോൾ പല കാര്യങ്ങളും വ്യക്തത മുന്നോട്ടേക്ക് വരുന്നു. അതേപോലെ പല കാര്യങ്ങളും നിങ്ങൾ മനസ്സിലാക്കിയെടുക്കുന്നു ജീവിതത്തെക്കുറിച്ചിട്ട് എന്നുള്ളത് കൂടിയിട്ടാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വന്നിട്ട് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ കപ്പ് എനർജി. സോ ഇവിടെ കപ്പ് എനർജി 6 ഓഫ് കപ്സ് എനർജിയാണ്. അപ്പോൾ 6 ഓഫ് കപ്സ് എനർജി കണക്ഷൻസ് എന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം സൺ ഇൻ സ്കോർപിയോ എനർജിയാണ്. അപ്പോൾ സൺ സ്കോർപിയോലെന്ന് പറയുമ്പോൾ പഴയ ആളുകളെയൊക്കെ, അതായത് വിട്ടുപോയ ബന്ധങ്ങൾ കൂട്ടിച്ചേർക്കാൻ പറ്റുന്ന സമയമാണ്. സൗഹൃദങ്ങൾ തിരിച്ചു ജീവിതത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ്. സെക്കൻഡ് ചാൻസസ് ആണ് ഇത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ പഴയ എന്താ പറയുക, പഴയ ബന്ധങ്ങൾ, അപ്പോൾ അത് ചിലപ്പോൾ സൗഹൃദങ്ങളായിരിക്കാം, അല്ലെങ്കിൽ എക്സ് ലവേഴ്സ് ആയിരിക്കാം, ട്വിൻ ഫ്ലെയിംസ്. ഇതൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു ട്വിൻ ഫ്ലെയിം കണക്ഷൻ കാണുന്നുണ്ട്. ചില ട്വിൻ ഫ്ലെയിംസ് എന്ന് പറഞ്ഞ് ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻസ് ഉണ്ടാകാം, പക്ഷെ വീണ്ടും കണ്ടുമുട്ടുന്നുണ്ട്. അത് ചിലപ്പോൾ നിങ്ങൾ ഒരുമിക്കാനായിരിക്കില്ല, പക്ഷെ നിങ്ങൾ വീണ്ടും സൗഹൃദമായിട്ട് കണ്ടുമുട്ടുന്നതാവാം, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു കണക്ഷൻ, ഫ്രണ്ട്സ് തമ്മിൽ തിരിച്ച് കണ്ടുമുട്ടുന്നു, സംസാരിക്കുന്നു, അല്ലെങ്കിൽ എക്സ് ലവേഴ്സ് വീണ്ടും ഒരുമിക്കുന്ന ഒരു സിറ്റുവേഷൻ ആവും. നമ്മൾ പാസ്റ്റിൽ സംഭവിച്ച ഒരു കാര്യം വീണ്ടും തിരിച്ചു വരുന്ന എനർജിയാണിത്. അപ്പോൾ ഈ ഒരു സൺ ഇൻ സ്കോർപിയോ എനർജി വരുമ്പോൾ ഒന്ന്, നിങ്ങൾ വളരെ കോൺഫിഡൻ്റ് ആയിരിക്കും, അപ്പോൾ വേണമോ വേണ്ടയോ എന്നുള്ള. ഇപ്പോൾ എക്സ് ലവർ ആണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ തിരിച്ചു വരുമ്പോൾ ആ ഒരു ലവറായിട്ട് മുന്നോട്ടേക്ക് പോകണോ, അത് ജസ്റ്റ് ഒരു ഫ്രണ്ട്ഷിപ്പായിട്ട് അത് കൊണ്ടുപോകണോ എന്നുള്ള രീതിയിൽ തീരുമാനിക്കുന്ന പ്രധാനപ്പെട്ട തീരുമാനം എടുക്കുക. അതേപോലെ തന്നെ സ്റ്റാർട്ടിങ് സംതിങ്, അതായത് കഴിഞ്ഞു പോയൊരു കാലത്തിൽ നിങ്ങൾക്കുണ്ടായിരുന്ന കാര്യം വീണ്ടും നിങ്ങൾ പുനർസൃഷ്ടിക്കുക അല്ലെങ്കിൽ പുനരാരംഭിക്കുന്നതാണ്. അതായത് എൻഡിങ് ആണ്, അപ്പോൾ ന്യൂ ബിഗിനിങ് കൂടിയാവാം. അപ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും നിങ്ങൾ ഒരിടയ്ക്ക് നടത്തിയിരുന്ന ബിസിനസ് ആയിരിക്കാം, നിങ്ങൾ വർക്ക് ചെയ്തിരുന്ന കമ്പനി ആയിരിക്കാം, വീണ്ടും തിരിച്ച് അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നതാവാം. അതായത് അവിടെ ഇപ്പോൾ ഒരു ക്ലറിക്കൽ പൊസിഷനിൽ ഇരുന്ന ആൾ അതേ കമ്പനിയിൽ മാനേജർ പൊസിഷനിലേക്ക് കയറുന്നതോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഹയർ പൊസിഷനിലായിരിക്കും, പക്ഷെ ആ പഴയ കാലത്തോട് അടുത്ത് നിൽക്കുന്നു എന്നുള്ളൊരു എനർജി കാണിക്കുന്നുണ്ട്. ഓക്കെ, ആൻഡ് ദെൻ അഗെയിൻ ഈ ഒരു എനർജി ജസ്റ്റിസ് എനർജിയാണ്. തീർച്ചയായിട്ടും സാറ്റേൺ കണക്ഷനാണ് ജസ്റ്റിസ് എനർജി എന്ന് പറയുമ്പോൾ. അപ്പോൾ നമ്മൾ എല്ലാവരുടെയും ജീവിതത്തിൽ നമ്മൾ തെറ്റുകുറ്റങ്ങൾ എല്ലാവർക്കും ഉണ്ട്, പക്ഷെ നമ്മൾ മനഃപൂർവ്വമായിട്ടൊന്നും നെഗറ്റീവായിട്ട് ചെയ്യാതിരിക്കുക. അതേപോലെ ഇത് ഈ ഒരു എനർജി നമ്പർ 8 കണക്ഷൻ വരുമ്പോൾ സാറ്റേൺ എനർജിയാണ്. പക്ഷെ നമുക്കിവിടെ സൈൻസ്, അതായത് ലിബ്ര, ജുപ്പിറ്റർ എനർജി കണക്ഷൻസ് കൂടിയിട്ട് ഇവിടെയുണ്ട്. ജസ്റ്റിസ്, അതായത് ഈ ഒരു പ്രത്യേക കാർഡ് സംബന്ധിച്ച് പറയുകയാണെങ്കിൽ
ജസ്റ്റിസ് എനർജി എന്ന് പറയുമ്പോൾ ഒരു നേച്ചർ, ലോ, ലീഗലായിട്ടുള്ള കാര്യങ്ങൾ, മൊറാലിറ്റി ഒക്കെ ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങളുടെ മനസ്സും ശരീരവും ബാലൻസ് ചെയ്ത് ഒരേപോലെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സമയമാണ്. അതേപോലെ തന്നെ ഈ ഒരു ടൈം എന്ന് പറയുന്നത് നിങ്ങൾ ചെയ്ത പ്രവൃത്തിക്കുള്ള അവാർഡ്സ് ഒക്കെ കിട്ടുന്ന സമയമാണ്. ഇപ്പോൾ സാറ്റേണിൻ്റെ എനർജി എന്ന് പറഞ്ഞാൽ സാറ്റേൺ നമ്മൾ പറയാറുണ്ട് ചിലപ്പോൾ കണ്ടകശനി, ഏഴര ശനി എന്നൊക്കെ പല ഇതിൽ. അപ്പോൾ ശനി മാറുമ്പോൾ ശനി അതിൻ്റെ റിവാർഡ്സ് തന്നിട്ടാണ് പോകുന്നത്. പക്ഷേ നിങ്ങൾ എന്താണോ ചെയ്തിട്ടുള്ളത് അതിനനുസരിച്ചിട്ടാണ് അത് റിവാർഡ് തരിക. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് ലീഗലായിട്ടുള്ള കാര്യങ്ങളും മോറലായിട്ടുള്ള കാര്യങ്ങളും ഒക്കെ ചെയ്യാം. ഇത് ശനി ഉണ്ടായിരുന്ന ചിലപ്പോൾ അടുത്ത ശനി മാറിയ ആൾക്കാരാണെങ്കിൽ ശനി പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഫലം, നിങ്ങൾ വ്യക്തമായിട്ട് നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്തിരുന്നു എങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള ഫലം ലഭിക്കുന്നു, ഗുഡ് റിസൾട്ട് കിട്ടുന്ന, റിവാർഡ്സ് കിട്ടുന്ന സമയമാണ് നിങ്ങളെ സംബന്ധിച്ച്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. ഇനി നമ്മൾ പൈൽ നമ്പർ 2ലേക്ക് കടക്കാം. പൈൽ നമ്പർ 2 നിങ്ങൾക്ക് വേണ്ടിയിട്ട് നൽകുന്ന സന്ദേശം എന്താണ് എന്ന് നമുക്ക് നോക്കാം. ലെറ്റ്സ് സ്റ്റാർട്ട്. പൈൽ നമ്പർ 2. ഓക്കെ, ഓക്കെ, പൈൽ നമ്പർ 2 നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം. ലെറ്റ്സ് സ്റ്റാർട്ട് ദ റീഡിങ്. പൈൽ നമ്പർ 2. ഇത് നിങ്ങൾ കണ്ടെത്തുന്നത് റൈറ്റ് ടൈമിലേക്ക്. നിങ്ങൾ എപ്പോഴാണോ ഇത് കണ്ടെത്തുന്നത്, നിങ്ങൾക്ക് ഇത് സംഭവിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പായിരിക്കും നിങ്ങളിത് കണ്ടെത്തുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതിന് തൊട്ട് മുമ്പായിരിക്കും പൈൽ നമ്പർ 2 നിങ്ങളിത് കണ്ടെത്തുന്നത്. നിങ്ങൾക്കുള്ള സന്ദേശം എന്താണ് എന്ന് നമുക്ക് നോക്കാം. പൈൽ നമ്പർ 2. ലെറ്റ്സ് സ്റ്റാർട്ട് പൈൽ നമ്പർ 2. Okay. Okay, 2 of Wands energy. Queen of Swords. 9 of Cups. Wheel of Fortune. Cavalier of Wands. ആൻഡ് നിങ്ങളുടെ മെയിൻ തീം വന്നിട്ട് കിങ് ഓഫ് കോയിൻസ് ആണ് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം. ടു സ്റ്റാർട്ട് വിത്ത് പൈൽ നമ്പർ 2. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എനർജി വന്നിരിക്കുന്നത് ക്വീൻ ഓഫ് സോഡ്സ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ ക്വീൻ ഓഫ് സോഡ്സ് എനർജി എന്ന് പറയുമ്പോൾ ഓഫ് കോഴ്സ് നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. വളരെയധികം ജീവിതത്തിൽ നിങ്ങളായിട്ട് തീരുമാനങ്ങളെടുത്ത് നിങ്ങളുടെ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അതിനനുസരിച്ചിട്ട് നിങ്ങളുടെ ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട് നിങ്ങളെ കൊണ്ട് പറ്റുകയും ചെയ്യും എന്നുള്ളതാണ്. ഈ ഒരു ക്യൂൻ എനർജി എന്ന് പറയുന്നത് അക്വാറിയസിലാണ്. യുറാനസ് ഇൻ അക്വാറിയസ് എനർജിയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഈ കാർഡ്സ് പൊതുവെ കുറച്ച് അസ്ട്രോളജിക്കലി റിലേറ്റഡ് ആയിട്ടുള്ളതായതുകൊണ്ട് ഇത് വ്യത്യസ്തമായിട്ടുള്ള ഒരു റീഡിംഗ് ആണ്. എന്തായാലും യുറാനസ് ആൻഡ് അക്വേറിയസിലാകുമ്പോൾ സൂചിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വളരെയധികം ഡിറ്റാച്ച്ഡ് ആയിരിക്കും. അതായത് പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങൾ തീരുമാനിച്ച് എല്ലാവരോടും ഇമോഷൻസ് ഉണ്ട്, അത് കമ്പാഷനേറ്റ്, എല്ലാവരോടും സ്നേഹത്തോടും കാരുണ്യത്തോടും ഒക്കെ പെരുമാറുന്നുണ്ടാവും. അതേസമയം തന്നെ വേണ്ടുന്ന സ്ഥലത്ത് എവിടെയാണ് പരിധികൾ എന്നുള്ളത് വയ്ക്കാനായിട്ട് വ്യക്തമായിട്ട് പറ്റും. സ്നേഹവും സഹാനുഭൂതിയും ഉണ്ട് എന്ന് പറയുമ്പോൾ തന്നെ വളരെ ഒരു എന്താ പറയുക, നല്ലൊരു ജഡ്ജായിരിക്കും. ഒരു വ്യക്തിയോട് ആ വ്യക്തി കരഞ്ഞു കാണിച്ചത് കൊണ്ട് കാരുണ്യം ഉണ്ടാവില്ല. ആ വ്യക്തി ചെയ്ത പ്രവൃത്തി തെറ്റും ശരിയും എന്താണോ എന്ന് മനസ്സിലാക്കിയിട്ട് വ്യക്തമായിട്ട് മുന്നോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റും. വ്യക്തമായിട്ടുള്ള തീരുമാനങ്ങൾ ജീവിതത്തെക്കുറിച്ച് ഉണ്ടാകുന്നുണ്ട്. ഇത് ചിലപ്പോൾ നിങ്ങളായിരിക്കാം, നിങ്ങളുടെ ബോസ് ആയിരിക്കാം. നിങ്ങളുടെ ബോസാണ് ഇത് എങ്കിൽ നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് കാര്യങ്ങൾ വ്യക്തമായിട്ട് വളരെ ഡിസിപ്ലിൻഡ് ആയിട്ട് ഓർഗനൈസ്ഡ് ആയിട്ടൊക്കെ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോകും. അതല്ല നിങ്ങൾ എന്തെങ്കിലും എന്താ പറയുക ചെറിയ ചെറിയ കള്ളത്തരങ്ങളും ഒക്കെ ചെയ്താണെങ്കിൽ കാര്യങ്ങൾ ശരിയായിട്ടുള്ള രീതിയിൽ പോകണമെന്നില്ല. ഇനി ഈ വ്യക്തി നിങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഒരു വിൽ പവറും തീരുമാനങ്ങളും ഒക്കെ ഉണ്ട്. നിങ്ങളുടെ സുഹൃത്തുക്കളായിരിക്കാം, നിങ്ങളുടെ കീഴിൽ ജോലി ചെയ്യുന്നവരായിരിക്കാം. മറ്റുള്ളവർ ചിലപ്പോൾ നിങ്ങളെ ഒരു നെഗറ്റീവ് ഇതിൽ അല്ലെങ്കിൽ പറയുകയോ ഒക്കെ ചെയ്തേക്കാം. എന്ന് വെച്ചിട്ട് നിങ്ങളുടെ സ്ട്രോങ് ഒപ്പീനിയൻസ് ഒന്നും മാറ്റേണ്ട കാര്യമില്ല. ഒരിക്കലും ഒരു ഡിസിപ്ലിൻഡ് ആയിട്ട് ഓർഗനൈസ്ഡ് ആയിട്ട് പ്രോപ്പറായിട്ട് ലീഗലി മോറലി നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തി ആ ഒരു നെഗറ്റിവിറ്റി അതിലേക്ക് പറയില്ല. കാരണം നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വളരെ ഒരു പോസിറ്റീവാണ്. അപ്പോൾ
നല്ല സൗഹൃദങ്ങൾ നിങ്ങൾക്കിപ്പോൾ ഉണ്ട്. നിങ്ങൾക്ക് കൂടെയുള്ള ആളുകൾ കൂടെ നിൽക്കുന്നുണ്ടെങ്കിൽ അവർ ദേ ആർ ഫ്രണ്ട്സ് ആണെങ്കിൽ ദേ ആർ എന്താ പറയുക ഗോൾഡൻ ഫ്രണ്ട്ഷിപ്സ് ആണ് നിങ്ങളുടെ ലൈഫിലുള്ളത് എന്നുള്ളതാണ്. അതേപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നല്ല നല്ല സൗഹൃദങ്ങൾ നിങ്ങൾക്ക് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കഴിവും അല്ലെങ്കിൽ നിങ്ങൾ ശരിയായിട്ടുള്ളൊരു വ്യക്തിയാണ് എന്നുള്ളത് മനസ്സിലാക്കുന്ന അപ്പോൾ ഫ്രണ്ട്ഷിപ്പ് വഴി സൗഹൃദങ്ങൾ വരുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. സ്പിരിച്വൽ ആയിരിക്കും നിങ്ങൾ, പക്ഷെ അതേസമയം തന്നെ ലോജിക്കലായിരിക്കും. അതായത് കണ്ണടച്ചുള്ള ഒരു അന്ധവിശ്വാസമല്ല. ഇപ്പം ചില കാര്യങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടുന്ന വർക്ക് നിങ്ങൾ ചെയ്യുന്നുണ്ട്, ഹാർഡ് വർക്ക്. അത് നിങ്ങളുടെ കൺട്രോളിലല്ലാത്ത കാര്യങ്ങളിൽ മാത്രമാണ് നിങ്ങൾ ആ ഒരു പ്രപഞ്ചശക്തി അല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്ന ദൈവം എന്നുള്ള രീതിയിൽ പോകുന്നത്. അല്ലാതെ നിങ്ങളെല്ലാം വെറുതെ ഇരുന്നിട്ട് കാര്യങ്ങൾ നേടണമെന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയല്ല. ഒരു ഫോഴ്സ് ആയിട്ട് എപ്പോഴും ഉണ്ടാവും. വരാൻ പോകുന്ന കാര്യങ്ങൾ ഇങ്ങനെയാവാം എന്നുള്ള രീതിയിൽ നിങ്ങൾ ചിന്തിച്ചിട്ടായിരിക്കും ചെയ്യുന്നത്. നിങ്ങൾ ഓഫൺ ആളുകൾ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. പക്ഷേ ഡോണ്ട് കെയർ. നിങ്ങളെ മനസ്സിലാക്കുന്ന വ്യക്തികൾ അല്ലെങ്കിൽ അവർക്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാവാം നിങ്ങളെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത്. അല്ലാത്ത ആളുകൾ ഒരിക്കലും മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നതായിട്ട് കാണുന്നില്ല. നിങ്ങളുടെ എനർജി വീൽ ഓഫ് ഫോർച്യൂൺ ആണ്. അപ്പോൾ ഈ ഒരു ടൈം പീരീഡ് എന്ന് പറയുന്നത് വർക്ക് റിലേറ്റഡ് ആയിട്ടും സാമ്പത്തികമായിട്ടും ഫിനാൻസുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് വളരെയധികം വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു എനർജി കണക്ഷൻസ് ആണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നത്. വീൽ ഓഫ് ഫോർച്യൂൺ എനർജി കണക്ഷൻ എന്ന് പറയുമ്പോൾ വളരെ പോസിറ്റീവായിട്ടുള്ള എനർജിയാണ്. സാമ്പത്തികമായിട്ടും ഒക്കെ മുന്നിൽ ഒത്തിരി സാധ്യതകൾ തെളിഞ്ഞു നിൽക്കുന്ന ഒരു സമയം എന്നുള്ള രീതിയിൽ പറയാം. അതേപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്കോർപിയോ ആൻഡ് പ്ലൂട്ടോ എനർജിയാണ്. ലൈഫിൽ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് ആ ഒരു ആഗ്രഹിച്ച കാര്യം നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റുന്നു എന്നുള്ളത്, തൃപ്തികരമായിട്ടുള്ളൊരു അന്തരീക്ഷം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ ജൂപ്പിറ്റർ എനർജി ആൻഡ് വീനസ് എനർജിയാണ് ഇതിവിടെ സൂചിപ്പിക്കുന്നത്. ഈ ഒരു ജൂപ്പിറ്റർ വീനസ് എനർജി എന്ന് പറയുമ്പോൾ തന്നെ അറിയാം ശുക്രനും ഗുരുവും വളരെ ഏറ്റവും നല്ല പ്ലാനറ്റ്സ് എന്ന് നമ്മൾ പറയുന്നത്. അതായത് ജീവിതത്തിൽ ഏറ്റവും സന്തോഷവും സമൃദ്ധിയും തരുന്ന പ്ലാനറ്റ്സ് ആണെന്ന് പറയും. ജീവിതത്തിൽ എക്സൈറ്റ്മെൻറ്റ്, യു ഫീൽ ലക്ക് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന എനർജി പ്ലാനറ്ററി പൊസിഷൻസ് ആണത്. അത് നിങ്ങളുടെ ജീവിതം പുതിയ ദിശയിലേക്ക് വഴിമാറാം. ഡെസ്റ്റിനി എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതായത് നിങ്ങളുടെ തലയിലെഴുത്ത് മാറുന്ന സമയം എന്നുള്ള രീതിയിലാണ് സൂചിപ്പിക്കുന്നത്. ലേഡി ലക്ക് എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ നിങ്ങൾ ചില സിറ്റുവേഷനിൽ ചില സമയങ്ങളിൽ എത്ര ശ്രമിച്ചാലും കാര്യങ്ങൾ മുന്നോട്ടേക്ക് നല്ല രീതിയിൽ പോകുന്നുണ്ടാവുന്നില്ല. പക്ഷേ ഇപ്പോൾ എന്ന് പറയുന്നത് നിങ്ങളുടെ ലേഡി ലക്കാണ് ഇവിടെ കാണുന്നത് എന്ന് പറയാം. അതേപോലെ തന്നെ പല കാര്യങ്ങളും നിങ്ങൾ ലൈഫിൽ ആഗ്രഹിച്ചിട്ട് നടക്കാതെ പോയിട്ടുള്ള പല കാര്യങ്ങളും ജീവിതത്തിൽ നേടാൻ പറ്റുന്നു എന്നുള്ളതാണ്. ഫോർച്യൂണാണ് നിങ്ങൾക്ക് ബ്ലെസ്സിങ് ആണ് സൂചിപ്പിക്കുന്നത്. സാമ്പത്തികമായിട്ട് വലിയൊരു രീതിയിലൊക്കെയുള്ള ബ്ലെസ്സിങ് ആണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ ഫൈനലി നിങ്ങൾ നേടിയെടുക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ വളരെ എക്സൈറ്റഡ് ആണ്. നിങ്ങളുടെ എക്സൈറ്റ്മെൻറ്റ്, ഓവർവെൽമിങ് ഇമോഷൻ കാര്യങ്ങളൊക്കെ അത് വളരെ നല്ല രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ളതും സൂചിപ്പിക്കുന്നുണ്ട്. നെക്സ്റ്റ് വന്നിട്ട് 9 ഓഫ് കപ്സ് എനർജിയാണ്. 9 ഓഫ് കപ്സ് എനർജി നമുക്കറിയാം വളരെയധികം പോസിറ്റീവായിട്ടുള്ളൊരു എനർജി കണക്ഷൻസ് ആണ്. മെയിൻലി വിഷ് കം ട്രൂ കാർഡാണ് ഇത് സൂചിപ്പിക്കുന്നത്. വിഷ് കം ട്രൂ കാർഡ് നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ പലതും ലൈഫിൽ നേടിയെടുക്കുന്നു എന്നുള്ളത് ഒത്തിരി പോസിറ്റീവായിട്ട് കൊണ്ടുവരുന്ന ഒരു സമയമെന്ന് തന്നെ പറയാം. അതേപോലെ തന്നെ ജൂപ്പിറ്റർ ഇൻ പൈസസ് എനർജിയാണ്. അപ്പോൾ ജൂപ്പിറ്റർ എനർജി വളരെ പോസിറ്റീവായിട്ടുള്ള എനർജിയാണ്. പൈസസ് എന്ന് പറയുന്നത് ഡ്രീം, നമ്മൾ പറയില്ലേ ഡ്രീം ഗേൾ, ഡ്രീം ബോയ് അല്ലെങ്കിൽ സ്വപ്നജീവിയാണ്. പൈസസ് ഓൾറെഡി സ്വപ്നജീവിയാണ്. ജൂപ്പിറ്റർ കണക്ഷൻസ് വരുമ്പോൾ ജൂപ്പിറ്റർ ആഗ്രഹിച്ച കാര്യങ്ങൾ നേടിക്കൊടുക്കുന്നതാണ്. നിങ്ങളുടെ സ്വപ്നം എന്തായിരുന്നു അത് നേടിക്കൊടുക്കുന്ന എനർജി. അതുകൊണ്ട് തന്നെയാണ് ഈ കാർഡ് നമ്മൾ വിഷ് കം ട്രൂ കാർഡ് എന്ന് പറയുന്നതും. മാജിക് ഹാപ്പൻസ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ പ്രതീക്ഷിക്കാതെ എന്നല്ല, നിങ്ങളൊന്നും ചെയ്യാതെ തന്നെ പല കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ സാധ്യതയുള്ള നിങ്ങളുടെ വളരെ പോസിറ്റീവ് റീഡിങ്സ് ആണ്. ഡയഗണൽ എനർജീസ് വന്നിരിക്കുന്നത് 9 ഓഫ് കപ്സ് ആൻഡ് വീൽ ഓഫ് ഫോർച്യൂൺ ആണ്. സ്ട്രോങ് മെസ്സേജാണ്. നിങ്ങൾ ആഗ്രഹിച്ച പോലെ കാര്യങ്ങൾ നടക്കുന്നു. വിഷ് കം ട്രൂ എനർജിയാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾ ചെയ്യേണ്ടത് നെഗറ്റീവ് തോട്ട്സ് മൈൻഡിൽ നിന്ന് മാറ്റും. പല ആളുകളും പലപ്പോഴും ചോദിക്കാറുള്ള ഒരു കാര്യമാണ്, എന്തുകൊണ്ടാണ് ഇങ്ങനെ ലൈഫിൽ ഇതൊക്കെ പറഞ്ഞിട്ട് എനിക്ക് സംഭവിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ലൈഫിൽ ഡൗട്ട്സ് നിങ്ങൾക്ക് കൂടുതലാണ്. നിങ്ങൾ പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള സമയമാണ് വരുന്നതെന്ന് പറയുമ്പോൾ ആ സമയത്ത് എന്തെങ്കിലും നെഗറ്റീവ് വന്നാൽ ഉടനെ അത് മാറ്റി പോസിറ്റീവ് ആയിട്ട് നിങ്ങൾ ചിന്തിക്കുക, ശ്രമിക്കുക എന്ന് ഞാൻ പറയില്ല, ചിന്തിക്കുക.
ബി കെയർഫുൾ ഓഫ് വാട്ട് യു വിഷ് ഫോർ. കാരണം പലപ്പോഴും നമ്മൾ വിഷ് ചെയ്യുന്നത് നമ്മൾ എക്സൈറ്റ്മെൻറ്റിലായിരിക്കും, ആഗ്രഹങ്ങളൊക്കെ പെട്ടെന്ന് അത് അങ്ങനെ വിഷ് ചെയ്യാതിരിക്കാം. എന്ത് ആഗ്രഹമാണെങ്കിലും നിങ്ങളത് ആഗ്രഹം ഒരു പേപ്പറിൽ എഴുതുക. അപ്പോൾ എഴുതിയിട്ട് നിങ്ങൾ വായിച്ചു നോക്കുമ്പോൾ നിങ്ങൾ നിങ്ങളെ തന്നെ ക്രിട്ടിസൈസ് ചെയ്യുന്നത് നോക്കാം. ഈ ആഗ്രഹം നിങ്ങൾ ഒരു ഒറ്റ വാക്കിലാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പല രീതിയിൽ എഴുതാം. വ്യക്തമായിട്ട് നിങ്ങൾ എഴുതുക. ഇന്ന രീതിയിൽ ഇന്ന കാര്യം ഇന്ന പോലെ ഇന്ന സമയത്ത് ഇന്നിടത്ത് എന്നൊക്കെ എഴുതുക. കാരണം അല്ലെങ്കിൽ അത് എവിടെ വേണമെങ്കിലും സംഭവിച്ചാൽ എന്താണ് അതിൽ നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ പെർഫെക്റ്റ്ലി ആവണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് വ്യക്തത ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ അസ്ട്രോളജി ബേസ് പേഴ്സണലി അസ്ട്രോളജി ബേസ് ചാർട്ടിൽ അതിനനുസരിച്ചിട്ട് മാറ്റങ്ങൾ ഉണ്ടാവാം. പക്ഷേ വെരി സ്ട്രോങ്ലി പ്ലേസ്ഡ് സ്റ്റാർസ് ആണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. നിങ്ങൾ വളരെ ലക്കി ആയിട്ടുള്ള വ്യക്തിയാണ് എന്നുള്ളത് കൂടിയിട്ടാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, അതേപോലെ തന്നെ നെക്സ്റ്റ് വന്നിട്ട് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കാവലിയർ എനർജി, കാവലിയർ ഓഫ് വോൺസ് എനർജിയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കാവലിയർ ഓഫ് വോൺസ് എനർജി എന്ന് പറയുന്നത് നിങ്ങൾ എന്താണോ ലൈഫിൽ ചിന്തിക്കുന്നത് ആ രീതിയിൽ പല കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു എന്നുള്ളതാണ്. പക്ഷേ ഈ ഒരു അതായത് കാവലിയർ ഓഫ് വോൺസ് എനർജി കണക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ പല കാര്യങ്ങളിലും എന്താണ് ജൂപ്പിറ്റർ ഇൻ സാജിറ്റേറിയസ് എനർജിയാണ് ഇത് സൂചിപ്പിക്കുന്നത്. വളരെ വലിയൊരു സാജിറ്റേറിയസ് എനർജി നമുക്കറിയാം, അല്ലെങ്കിൽ സാജിറ്റേറിയസ് എനർജി എന്ന് പറയുന്നത് ഒരു കോമ്പറ്റീഷനാണ്. അതേപോലെ ജൂപ്പിറ്റർ സപ്പോർട്ട് ഉണ്ടാകുന്ന സിറ്റുവേഷനിൽ വരുമ്പോൾ ചലഞ്ചസ് ലൈഫിൽ എന്ത് ചലഞ്ചസ് വന്നാലും ഒരു വേട്ടക്കാരൻ അല്ലെങ്കിൽ ഒരു യോദ്ധാവിൻ്റെ എനർജിയാണ്. ജീവിതത്തിൽ എന്തുമായിക്കൊള്ളട്ടെ, ജീവിതത്തിൽ എന്ത് ചലഞ്ചസും വന്നോട്ടെ അതിനെ അതിജീവിക്കുക. അതൊരു ഫണ്ണായിട്ട് അല്ലെങ്കിൽ അത് ഒരു പോസിറ്റീവായിട്ട് എടുത്തിട്ട് ചലഞ്ചസിനെ അതിജീവിച്ച് കഴിയുമ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷനാണ് ലൈഫിൽ ത്രില്ല് എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്ന ഒരു എനർജിയാണ്. അപ്പോൾ അത് മറ്റൊരു കാര്യം ഇവിടെ ശ്രദ്ധിക്കാനുള്ള, ചലഞ്ചസിനെ അതിജീവിച്ച് മുന്നേറുന്നു, നല്ലൊരു കോമ്പറ്റീഷൻ, മറ്റുള്ളവർ നല്ല കോമ്പറ്റീറ്ററാണ്. പക്ഷേ ഇതിൻ്റെ ഒരു നെഗറ്റീവ് സൈഡ് ഹെൽത്തി കോമ്പറ്റീഷൻസ്, അതായത് ഈഗോ കുറച്ച് കൂടുതലാണ്. ഈഗോ കൂടുതലാകുമ്പോൾ നമ്മൾ കോമ്പറ്റീഷൻ നല്ലതാണ്, പക്ഷെ നമ്മൾ ഈഗോ ആണ് നമ്മളുടെ ലക്ഷ്യത്തെക്കാൾ വലുതായി വരുമ്പോൾ ഒരു നെഗറ്റീവ് സൈഡാവും. അപ്പോൾ ഈഗോ മാറ്റി വെച്ചിട്ട് ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ വയ്ക്കുക, അത് വളരെ നല്ലതായിരിക്കും. ഒരു സോൾജിയർ, ഒരു പോലീസ് ഓഫീസർ എനർജി ഉണ്ട്. അപ്പോൾ മിസ്റ്റേക്സ് എന്ന കാര്യങ്ങൾ പഠിക്കുക. ഇവിടെ പിന്നെ വളരെ നല്ലൊരു സെൻസ് ഓഫ് ഹ്യൂമർ ഉള്ള ഒരു സിറ്റുവേഷനാണ്. എല്ലാം തമാശകൾ പറയുന്നത്, ലൈഫിനെ ഓവർ സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല. ചലഞ്ചസ് വരുമ്പോൾ വരട്ടെ, അതിന് ഞാൻ അതിജീവിക്കും എന്നുള്ളൊരു മൈൻഡ് സെറ്റാണ്. അത് വളരെ പോസിറ്റീവ് മൈൻഡ് സെറ്റാണ്. ഈഗോ കുറച്ച് കൂടുതലാണ്, അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതിയാകും. ഇനി നെക്സ്റ്റ് വന്നിട്ട് വോൺസ് എനർജി തന്നെയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം 2 ഓഫ് വോൺസ് എനർജി കണക്ഷൻസ് ആണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം 2 ഓഫ് വോൺസ് എനർജി കണക്ഷൻസ് ലൈഫിൽ നമ്മൾ പലരും എന്താണ് ഈ ഒരു എനർജി എന്ന് പറയുന്നത് മാർസാണ്. ഏറീസിലാണ് മാർസ് നിൽക്കുന്നത്. അപ്പോൾ മാർസ് ആൻഡ് ഏറീസ് എനർജി ആകുമ്പോൾ എന്താണ് ചോയ്സസ്, നിങ്ങളുടെ ഇപ്പോഴത്തെ ചോയ്സസ് ഭാവിയെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ചില ചോയ്സസ് ഇമ്മീഡിയറ്റ് ആയിട്ട് ആക്ഷൻ വേണ്ടുന്ന ചോയ്സസ് ഉണ്ട്. അതായത് വളരെ പ്രധാനപ്പെട്ട തീരുമാനം എടുക്കേണ്ടുന്ന, പെട്ടെന്ന് തീരുമാനം എടുക്കേണ്ട, ഇപ്പോൾ ആക്ഷൻ എടുക്കേണ്ടുന്ന, അല്ലെങ്കിൽ വെറുതെ നോക്കി നിൽക്കൽ ആക്ഷൻ എടുക്കേണ്ടുന്ന ഒരു സമയമാണ്. അപ്പോൾ എന്താ പറയുക, ഈ ഒരു സിറ്റുവേഷനിൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ബീയിങ് പ്രസൻറ്റിൽ ജീവിക്കുക എന്നുള്ളതാണ് മെയിനായിട്ട് ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്നത്. അതേപോലെ ഓപ്പർച്യൂണിറ്റീസ് കാര്യങ്ങളുണ്ട്. തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഒന്ന് ആലോചിച്ചിട്ട് തീരുമാനങ്ങൾ എടുക്കുക. വളരെ ആക്ഷൻ ഓറിയൻറ്റഡ് ആയിരിക്കും. മാർസിൻ്റെ എനർജി ഉള്ളതുകൊണ്ട്, ഏറീസിലായതുകൊണ്ട് ആക്ഷൻ എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക. ചോയ്സസ് വളരെ ഭാവിയെ ബാധിക്കുന്ന ചോയ്സസ് ആയതുകൊണ്ട് തന്നെ ആക്ഷൻ എടുക്കുമ്പോൾ നിങ്ങളൊന്ന് നല്ലതുപോലെ ശ്രദ്ധിച്ചിട്ട് ആക്ഷൻ എടുത്താൽ നന്നായിരിക്കും. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് നമ്മൾ വന്നിട്ട് മെയിൻ തീമാണ് നിങ്ങളുടെ മെയിൻ തീം എന്ന് പറയുന്നത് കിങ് ഓഫ് കോയിൻസ് എനർജിയാണ്. സോ കിങ് ഓഫ് കോയിൻസ് എനർജി എന്ന് പറയുന്നത് സാറ്റേൺ എനർജി ഇൻ കാപ്രിക്കോൺ ആണ്. അപ്പോൾ വെൽ റെസ്പെക്റ്റഡ് ആയിരിക്കും. സാറ്റേൺ കാപ്രിക്കോണിൽ നിൽക്കുന്ന സമയം എന്ന് പറയുമ്പോൾ ഭയങ്കര സ്ട്രോങ് ഹെഡഡ് എന്നുള്ള രീതിയിൽ ഈഗോ ഇവിടെ മെയിനായിട്ട് നിങ്ങൾ നേരത്തെ പറഞ്ഞു ഈഗോ ശ്രദ്ധിക്കുക എന്നുള്ളത്. അതിൻ്റെ അപ്പുറത്തേക്ക് നിങ്ങൾ സ്ട്രോങ് ഹെഡഡ് എനർജിയാണ് കാപ്രിക്കോൺ എനർജി. അതായത് അതൊരു നെഗറ്റീവ് എന്ന് പറയാൻ പറ്റില്ല. കാരണം സ്മോൾ ടോക്ക്, അതായത് വെറുതെ ഇരുന്ന് എന്താ പറയുക, ചുമ്മാ കളിതമാശകളും കാര്യങ്ങളും ഒന്നും പറഞ്ഞ് സമയം കളയുന്നില്ല. നോ നോൺസെൻസ് ടോക്കാണ്.
വളരെ വർക്ക് എത്തിക്സ് ഉള്ളതാണ്. സാറ്റേണിൻ്റെ എനർജി കാപ്രിക്കോണിലായതുകൊണ്ട് തന്നെ എത്തിക്സ് സാറ്റേണുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് വളരെ നല്ല വർക്ക് എത്തിക്സ് ഉള്ള സമയമാണ്. അത് നിങ്ങളെ ഒത്തിരി ദൂരത്തേക്ക് കൊണ്ടുപോകും കരിയറിൽ. അപ്പോൾ ഹാർഡ് വർക്കും ആണ്. അതേപോലെ തന്നെ ലവ് ലൈഫിലാണ് എങ്കിലാണ് കുറച്ച് ചലഞ്ച്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കൊച്ചു വർത്തമാനങ്ങൾ പറഞ്ഞിരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഭയങ്കര സ്ട്രോങ് ആയിട്ട് സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ, വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലായിരിക്കും കൂടുതൽ താല്പര്യം. അതേപോലെ കുറച്ച് സെൽഫ് ക്രിട്ടിക്കലായിരിക്കും. അപ്പോൾ സെൽഫ് ക്രിട്ടിക്കൽ ആകുന്നത് ഈഗോയുടെ കാര്യത്തിലൊന്ന് ശ്രദ്ധിച്ചാൽ അത് നല്ലതായിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു കണക്ഷൻ ആയതുകൊണ്ട് തന്നെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുന്നില്ല. സെൽഫ് ക്രിട്ടിക്കൽ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ ഈഗോ മനസ്സിലാക്കി കുറച്ചുകൂടി ജനറസ് ആയിട്ട് മുന്നോട്ടേക്ക് പോകുക. അപ്പോൾ ലൈഫിൽ സക്സസ് ഉണ്ടാകുന്ന ഒരു സമയമാണ്. വളരെ ഫിയേഴ്സ് ആയിട്ട് മുന്നോട്ടേക്ക് പോകുന്ന ഒരു സമയമാണ്. അപ്പോൾ ജനറലി ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. ഇനി നമ്മൾ പൈൽ നമ്പർ 3യിലേക്ക് കടക്കാം. പൈൽ നമ്പർ 3 നിങ്ങൾക്ക് വേണ്ടിയിട്ട് നൽകുന്ന സന്ദേശം എന്താണ് എന്ന് നമുക്ക് നോക്കാം. ലെറ്റ്സ് സ്റ്റാർട്ട് പൈൽ നമ്പർ 3. ഓക്കെ, പൈൽ നമ്പർ 3. പൈൽ നമ്പർ 3 നിങ്ങൾക്കുള്ള സന്ദേശം എന്താണ് നമുക്ക് നോക്കാം. സോ പൈൽ നമ്പർ 3, നിങ്ങൾ ഇത് എപ്പോഴാണ് അത് കേൾക്കുന്നത്? ഇത് സംഭവിക്കുന്നതിന് തൊട്ട് മുമ്പായിരിക്കും നിങ്ങളിത് കേൾക്കുന്നത്. ഇത് സംഭവിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് പൈൽ നമ്പർ 3 ആണ് ഇപ്പോൾ കേൾക്കുന്നത്. നിങ്ങളുടെ മെസ്സേജസ് എന്താണെന്ന് നോക്കാം. പൈൽ നമ്പർ 3. ഓക്കെ, so let's start pile number 3. Okay, strength കാർഡാണ്. നെക്സ്റ്റ് വന്നിട്ട് ഡബിൾ എനർജി. ഓക്കെ, ആൻഡ് 6 of coins. Again 9 of coins. ഡെത്ത് കാർഡ്. ഓക്കെ, നിങ്ങൾക്ക് വെരി സ്ട്രോങ് മെസ്സേജ് ആണ്. ഡെവിൾ കാർഡ്, ഡെത്ത് കാർഡ്, സ്ട്രെങ്ത് കാർഡ്. ഓക്കെ, നെക്സ്റ്റ് വന്നിട്ട് അതോടൊപ്പം തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം 10 of cups എനർജി. ഓക്കെ, എന്തായാലും നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം. ഫസ്റ്റ് വന്നിട്ട് നിങ്ങളുടെ എനർജി ഡെവിൾ എനർജിയാണ്. സോ ഡെവിൾ എനർജി എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഒരു എനർജി സാറ്റേൺ ഇൻ കാപ്രിക്കോൺ എനർജിയാണ്. സാറ്റേൺ ഇൻ കാപ്രിക്കോൺ എനർജി എന്ന് പറയുമ്പോൾ ഒരു ടെംപ്റ്റേഷൻ, ഇതിൻ്റെ ഒരു നെഗറ്റീവ് സൈഡ്. സാറ്റേൺ കാപ്രിക്കോണിൽ പല ഓരോന്നിനും ഓരോ വശങ്ങളുണ്ട്. പക്ഷെ ഇൻ ഡെവിൾ മോഡ് ഈ ഒരു എനർജി എന്ന് പറയുന്നത് കുറച്ച് നിങ്ങൾ എന്താ പറയുക, ഒരു ഗ്രീഡ് കൂടുതലേക്ക് ഈ ഒരു സമയം എന്ന് പറയുമ്പോൾ നെഗറ്റിവിറ്റി, അതായത് നെഗറ്റീവ് ഇൻ ദ സെൻസ് നിങ്ങൾ അമിതമായിട്ട് സാമ്പത്തിക കാര്യങ്ങളിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. അതായത് സ്പിരിച്വലി കുറച്ചത്രയും താല്പര്യം ഉണ്ടാവില്ല, മറിച്ച് സാമ്പത്തിക കാര്യങ്ങൾ പണം നേടുന്നതിനനുസരിച്ചിട്ട്, അല്ലെങ്കിൽ ചില ആളുകൾക്ക് അത് അഡിക്ഷൻ ആവാം കേട്ടോ. അഡിക്ഷൻ എന്ന് പറയുമ്പോൾ വേണ്ടാത്ത കാര്യങ്ങളിൽ അഡിക്ഷൻ ആവാം. അതിപ്പോൾ മദ്യപാനം അതുപോലുള്ള കാര്യങ്ങൾ തന്നെ ആവണമെന്നില്ല. ഇപ്പോൾ ഭക്ഷണ കാര്യങ്ങളിലാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. കൂടുതലും മധുരം കഴിക്കുക, അല്ലെങ്കിൽ അമിതമായിട്ട് ഭക്ഷണം കഴിക്കുക, അതല്ലെങ്കിൽ ജങ്ക് ഫുഡ് കൂടുതലായിട്ട് കഴിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ മൊബൈൽ അഡിക്ഷൻ ആയിരിക്കും. അപ്പോൾ മൊബൈൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിൽ വീഡിയോ ഗെയിംസ്, അല്ലെങ്കിൽ നിങ്ങൾ കൂടുതൽ ഓൺലൈൻ ഗെയിംസ് കളിക്കുന്ന അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ഭയങ്കരമായിട്ടുള്ള അഡിക്ഷൻസ് ആവാം ഇത് സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ ഗ്രീഡ് അതായത് എത്ര കിട്ടിയാലും മതിയാവില്ല എന്നുള്ളൊരു ചിന്തയിലേക്ക് നിങ്ങൾക്ക് പോകാം. എല്ലാം എക്സസ് ആയിട്ടാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ജീവിതത്തിൽ. അതിപ്പോൾ ഭക്ഷണമാണെങ്കിലും മറ്റെന്തെങ്കിലും കാര്യങ്ങളാണെങ്കിലും ആ ഒരു എനർജി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സാറ്റേൺ എനർജി എന്ന് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ അമിതമായിട്ട് സെൽഫിഷ് ആവാതിരിക്കാൻ ശ്രദ്ധിക്കുക, അഡിക്ഷൻസ് ശ്രദ്ധിക്കുക, ഓവറായിട്ട് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, അതായത് കൊച്ചു കൊച്ചു കാര്യങ്ങൾ, ഇല്ലീഗലായിട്ടുള്ള കാര്യങ്ങളോ അതൊക്കെ ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. സാറ്റേണിൻ്റെ എനർജിയും ആണ് കാപ്രിക്കോൺ കണക്ഷൻസ് ഉണ്ടാകുമ്പോൾ ഈ ഡെവിൾ എനർജീസ് എന്ന് പറഞ്ഞാൽ അഡിക്ഷനിലേക്ക് കൂടുതൽ പോകുന്ന സമയമാണ്. അപ്പോൾ ആ കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുന്നത് വളരെയധികം നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്നതായിരിക്കും എന്നുള്ളത് സൂചിപ്പിക്കുന്നു. അതേപോലെ തന്നെ ബാക്കി ഡീറ്റെയിൽസിലേക്ക് നമുക്ക് വരാം. നെക്സ്റ്റ് വന്നിട്ട് നമ്മൾ 9 of Pentacles, 9 of Coins എനർജി കണക്ഷൻസ് ആണ്. 9 of Coins എനർജി കണക്ഷൻസ് എന്ന് പറയുമ്പോൾ
നമ്മളുടെ പലരുടെയും ലൈഫിൽ നമ്മൾ സാമ്പത്തികമായിട്ട് ഒത്തിരി മുന്നേറാൻ ആഗ്രഹിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ നിങ്ങളുടെ എനർജി വീനസ് എനർജിയാണ്, ശുക്രനാണ്, ഇൻ വിർഗോ എനർജിയാണ്. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് ഒരു പക്ഷേ നിങ്ങളുടേതല്ലാത്ത ധനം അതായത് അതർ പീപ്പിൾസ് മണി നിങ്ങളിലേക്ക് എത്തുന്ന സമയമാണ്. അതർ പീപ്പിൾസ് മണി എന്ന് പറയുമ്പോൾ ഒന്നുകിൽ ലോട്ടറി ഭാഗ്യമായിരിക്കാം, അത് അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഹെറിറ്റൻസ് ലഭിക്കുന്നതാവാം, നിങ്ങളുടെ പാരൻസിൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്നതോ, ഭാഗമൊന്നും വെച്ചിട്ടില്ലെങ്കിൽ വസ്തുവകകൾ ഭാഗം കിട്ടുന്നതായിരിക്കാം. അതേപോലെ തന്നെ സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു ടൈം പീരീഡാണ്. ഇവിടെ ഏറ്റവും ശ്രദ്ധിക്കാനുള്ള സമയം ഇതാണ് നേരത്തെ ഡബിൾ എനർജി കണക്ഷൻസ്. കാരണം നിങ്ങൾ വളരെ സക്സസ്ഫുൾ ആണ്. നമ്മൾ പലരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു എനർജി സൂചിപ്പിക്കുന്നത് നമ്മൾ ഭയങ്കരമായിട്ട് നമ്മൾ തീരെ പ്രതീക്ഷിക്കാത്ത ലെവലിലേക്ക് നമ്മൾ പോവുകയാണ്. സക്സസ്ഫുൾ ആകുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഭയങ്കരമായിട്ടുള്ളൊരു ധാർഷ്ട്യം, ഒരു ഈഗോ ഒക്കെ വരും. അല്ലെങ്കിൽ പെട്ടെന്ന് ധനം കയ്യിൽ വരുമ്പോൾ അത് പെട്ടെന്ന് ചെലവാക്കുക അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്ക്, അല്ലെങ്കിൽ ഒരു പ്രയോജനമില്ലാത്ത കാര്യങ്ങൾക്ക്, ആ ഒരു രീതിയിലേക്ക് പോവാതിരിക്കുക എന്നുള്ളതാണ് പ്രത്യേകം ശ്രദ്ധിക്കുന്നത്. കാരണം ഈ ഒരു സമയം വളരെ നല്ല സമയമാണ്. അതിൻ്റെ ഒരു നെഗറ്റീവ് സൈഡ് ഉണ്ടെന്ന് പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ വളരെ സക്സസ്ഫുൾ ബിസിനസ് ലെവലിലേക്ക് നിങ്ങൾ പോകാം. റിട്ടയർമെൻറ്റ് ഫേസിൽ ചില ആളുകൾക്ക് റിട്ടയർമെൻറ്റ് ഫേസ് ആവാം. അപ്പോൾ ഈ റിട്ടയർമെൻറ്റ് ഫേസിലും നിങ്ങൾക്ക് കുറച്ചധികം പൈസ കിട്ടുന്നുണ്ട്. പൈസ കയ്യിലേക്ക് വരുമ്പോൾ അത് നല്ല രീതിയിൽ നിങ്ങൾ ഉപയോഗപ്പെടുത്താം. നല്ല കാര്യങ്ങൾക്കും ചീത്ത കാര്യങ്ങൾക്കും ആവാം. അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ആദ്യമേ അത് ബാങ്കിൽ കുറച്ച് ഇട്ട് വയ്ക്കുന്നതായിരിക്കും നല്ലത്. നിങ്ങൾക്ക് ഉറപ്പില്ല അതെന്ത് ചെയ്യണമെന്ന് ഉറപ്പില്ലാത്തത് കൊണ്ട് തന്നെ അത് തൽക്കാലത്തേക്ക് നിങ്ങൾ ഒരു 6 മാസത്തേക്ക് നിങ്ങൾ ആ പൈസ ഉപയോഗിക്കാതെ ഇരിക്കുക എന്നുള്ളതാണ്. അതാണ് ആദ്യം ചെയ്യേണ്ടുന്ന കാര്യം. കാരണം അപ്പോഴാണ് നിങ്ങൾക്ക് ആ ഒരു കിട്ടുന്ന സമയത്ത് ഭയങ്കരമായിട്ടുള്ളൊരു നെഗറ്റീവ് വൈബായിരിക്കും. കാരണം ഒരുമിച്ച് പൈസ കാണുന്ന ഒരു എനർജി. അത് ആദ്യമേ എവിടെയെങ്കിലും സേവ് ചെയ്ത് വയ്ക്കുക. 6 മാസത്തേക്ക് അതിനെക്കുറിച്ച് ആലോചിക്കുകയിരിക്കുക. അപ്പോൾ കുറച്ച് സമയം കഴിയുമ്പോൾ ആ ഒരു എനർജി ഒന്ന് കാമാവും. ആ എനർജി കാമാവുമ്പോൾ നിങ്ങൾ അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് അറിയാം. ഈ ഒരു സമയത്ത് നിങ്ങൾ ലൈഫ് എൻജോയ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഗിഫ്റ്റൊക്കെ കിട്ടാനുള്ള സമയമുണ്ട് ചില ആളുകൾക്ക്. ആർട്സ് ആൻഡ് മ്യൂസിക്, കലാപരമായിട്ട് കഴിവുകളിലൂടെ ധനം സമ്പാദിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ ഒരു ബിഗ് ബ്രേക്ക് സംഭവിക്കുന്ന ഒരു സമയമാണ്. ചില ആളുകളെ സംബന്ധിച്ച് ലിറ്ററലി പറയുകയാണെങ്കിൽ ഇപ്പോഴത്തെ നിന്ന് ഫ്രം 9 years ഫ്രം നൗ നിങ്ങളൊരു വലിയൊരു പൊസിഷനിലാണ് എത്തി നിൽക്കുന്നത് എന്നുള്ളത് ആ ഒരു എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നിലനിൽക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങൾ ചെയ്താൽ മതി. ഓക്കെ, അതൊന്ന് സൂക്ഷിക്കുക, ശ്രദ്ധിക്കുക. ഓക്കെ, നെക്സ്റ്റ് വന്നിട്ട് നിങ്ങളുടെ എനർജി 6 of coins എനർജിയാണ്. അപ്പോൾ ഈ ഒരു 6 of coins എനർജി എന്ന് പറയുന്നത് പലരെയും സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ നമ്മൾ 6 മൂൺ ഇൻ സാജിറ്റേറിയസ് ആണ് ഈ ഒരു എനർജി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നത്. അപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് തീരെ പ്രതീക്ഷിക്കാത്ത ഗുഡ് ലക്കാണ് ഇതും സൂചിപ്പിക്കുന്നത്. പക്ഷേ ഇവിടുത്തെ ഒരു എനർജി എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് എനർജി ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഒരു ഡെവിൾ കണക്ഷൻ, അല്ലെങ്കിൽ ഈ ഒരു എനർജി എന്ന് വരുന്ന ഈഗോയും കാര്യങ്ങളും, അല്ലെങ്കിൽ ധാർഷ്ട്യം, നിങ്ങൾക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ഇത് ഈ ഒരു എനർജി എന്ന് പറയുന്നത് നിങ്ങൾക്ക് കിട്ടുന്നത് പോലെ മറ്റുള്ളവരെയും സഹായിക്കുക, ചാരിറ്റി പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഗിവിങ് ബാക്ക്, നിങ്ങൾക്ക് കിട്ടുന്നത് തിരിച്ച് സമൂഹത്തിലേക്ക് കൊടുക്കുന്ന ഒരു രീതിയാവാം. ആ ഒരു രീതിയിലേക്ക് പോകണോ അതോ അത് നിങ്ങൾക്കായിട്ടുള്ളൊരു തീരുമാനമാണ്. കാരണം ഇവിടെ നിങ്ങൾ തീരുമാനമെടുക്കുക എന്നുള്ള എനർജിയാണ്. അപ്പോൾ പേഷ്യൻസ് വിൽ പേ ഓഫ്, അതാണ് നേരത്തെ പറഞ്ഞ 6 months വെയിറ്റ് ചെയ്യുക എന്നിട്ട് തീരുമാനിക്കുക എന്നുള്ള രീതിയിൽ. പ്രോസ്പെരിറ്റി ആൻഡ് അബണ്ടൻസ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന സമയമാണ്. ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ കർമ്മയാണ്. കർമ്മ ഗിവിങ് ബാക്ക്. ഇപ്പോൾ സാറ്റേൺ എനർജി കണക്ഷൻസ് പറഞ്ഞു. നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ ശനിയുടേതായിട്ടുള്ള മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്ന ആൾക്കാരാണെങ്കിൽ അറിയാം, ശനി വിട്ടുപോകുന്ന സമയമാണെങ്കിൽ നിങ്ങൾക്ക് ഗിഫ്റ്റ് തരുന്ന സമയമാണ്. ഇതുവരെ നിങ്ങൾ ചെയ്ത ഹാർഡ് വർക്കിനും നിങ്ങളുടെ നിങ്ങൾ ചെയ്തിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള എല്ലാ കാര്യത്തിനും നിങ്ങൾക്ക് ഫലം ലഭിക്കുന്നു. ഈ ഫലം ലഭിക്കുന്നത് നല്ല രീതിയിൽ നിങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇവിടെ പറയാനുള്ളത്. അതൊരു വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി തന്നെയാണ്. ലൈഫിൽ മുന്നേറാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു എനർജി തന്നെയാണ്. അത് നല്ല രീതിയിൽ നിങ്ങൾ വിചാരിച്ച രീതിയിൽ തന്നെ ഉപയോഗിക്കണം എന്ന് തന്നെയാണ് പറയാനുള്ളത്. അതുപോലെ തന്നെ 6 of Pentacles അല്ലെങ്കിൽ 6 of Coins എനർജി ഇവിടെ പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഇത് ഇവൻ നമ്മളുടെ ഈ എനർജിയിൽ സ്റ്റാർ കാർഡ് ഇല്ല എങ്കിൽ കൂടിയും
സ്റ്റാർ കാർഡ് കണക്ഷൻസ് വരുന്നുണ്ട്. അതായത് നിങ്ങളുടെ പ്ലാനറ്ററി പൊസിഷൻസ് വളരെ പോസിറ്റീവാണ്. ആ ഒരു പ്രപഞ്ചശക്തി നിങ്ങളോട് കൂടെ ഉണ്ട്, ആ ഒരു ദൈവികമായിട്ടുള്ള അനുഗ്രഹം നിങ്ങളോട് കൂടെ ഉണ്ട് എന്നുള്ളത് സൂചിപ്പിക്കുന്നു. വളരെ പോസിറ്റീവായിട്ടുള്ളൊരു എനർജി തന്നെയാണ് കാണിക്കുന്നത്. ലൈഫ് നിങ്ങളെങ്ങനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകണമെന്ന് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്ന സമയമാണ്. ഈവൻ റിട്ടയർ ആയിട്ടുള്ള ഒരാളാണെങ്കിൽ പോലും പുതിയ ബിസിനസ് കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. വീട്ടമ്മമാർക്കാണെങ്കിലും പുതിയ ബിസിനസ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു എനർജിയാണ് ഇത് സൂചിപ്പിക്കുന്നത്. വളരെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി. ആൻഡ് ഡെത്ത് കാർഡാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഈ ഒരു എനർജി എന്ന് പറയുന്നത് ഡെത്ത് ആണ്. ഓഫ് കോഴ്സ് ഡെത്ത് ആൻഡ് റീബർത്ത്. ഡെത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ ഡെത്ത് ആൻഡ് റീബർത്ത് കണക്ഷൻസ് ആണ് പറയുന്നത്. അപ്പോൾ ഇത് സ്കോർപിയോ എനർജി ആൻഡ് പ്ലൂട്ടോ എനർജിയാണ്. സ്കോർപിയോ ആൻഡ് പ്ലൂട്ടോ എനർജി എന്ന് പറയുമ്പോൾ ഡെത്ത് ആൻഡ് റീബർത്ത് എനർജിയാണ്. അപ്പോൾ ഒരു പോസിറ്റിവിറ്റി, ഒരു എന്താ പറയുക, ജോബ് നിങ്ങളെ ചെയ്യാൻ ഏൽപ്പിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾ വ്യക്തമായിട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ള രീതിയിലാണെങ്കിൽ ഈ ഒരു ടൈം പോയിന്റ്, ഈ ഒരു പോയിന്റിൽ നിന്ന് നിങ്ങളൊരു നെക്സ്റ്റ് പോയിന്റിലേക്ക് പോകുന്ന ഒരു സമയം എന്നുള്ള രീതിയിലാണ് ഇത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ചില കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു തീർക്കുന്ന ഒരു എനർജിയാണ്. അത് പര്യവസാനം, പല കാര്യങ്ങളും പ്രോജക്ട്സ് കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ജീവിതത്തിൽ അവസാനിക്കുന്ന ഒരു സമയമാണിതെന്ന് പറയാം. അപ്പോൾ ആ അവസാനം അല്ലെങ്കിൽ ആ ഒരു പര്യവസാനം എന്താണെന്ന് ഉള്ളത് നിങ്ങൾക്കറിയാം. പര്യവസാനം അത് പോസിറ്റിവിറ്റിയിലേക്കാണ് എന്നുള്ളത് മനസ്സിലാക്കുക. നിങ്ങളുടെ ഈ ഒരു ജീവിതത്തിൽ ഇതിപ്പോൾ ചിലപ്പോൾ വർക്ക് റിലേറ്റഡ് ആയിട്ട് പുതിയ പ്രോജക്റ്റ് എന്തെങ്കിലും വരുന്നുണ്ടാവും. അപ്പോൾ പഴയ പ്രോജക്ട്സ് കംപ്ലീറ്റ് ചെയ്തു, അത് പര്യവസാനം. അതിനുശേഷം നിങ്ങൾ പുതിയ പ്രോജക്റ്റിലേക്ക് കടക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കും. ലൈഫിൽ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് ഹെൽത്ത് റിലേറ്റഡ്, കരിയർ റിലേറ്റഡ്, ഫിനാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പര്യവസാനമുണ്ട്. അപ്പോൾ ഈ എനർജി എന്ന് പറയുന്നതും സാറ്റേണിൻ്റെ എനർജി കണക്ഷൻസും ഇവിടെ കാണിക്കുന്നുണ്ട്. എന്തായാലും ഇവിടെ സൂചിപ്പിക്കുന്ന ഒന്ന് സ്കോർപിയോ എനർജി കണക്ഷൻ. ലൈഫിൽ നിങ്ങൾ വളരെയധികം ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും മറ്റു കാര്യങ്ങളും ഇവിടെ ഒരു ഡെവൽ മൊമെൻറ്റ് ആൻഡ് ഡെത്ത് കാർഡ് കണക്ഷൻസ് പറഞ്ഞിരുന്നു. കൂടുതൽ ചാൻസസ് നിങ്ങൾ നെഗറ്റീവ് സൈഡിൽ നിന്ന് പോസിറ്റിവിറ്റിയിലേക്ക് വരുന്ന എനർജിയും ആവാം. ഇതുവരെ ഈ ഒരു എനർജി ഇതുവരെ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്ന ഒരു അതായത് ജങ്ക് ഫുഡ് കഴിക്കുക, മറ്റു കാര്യങ്ങൾ, നെഗറ്റിവിറ്റി, ഹെൽത്തിൻ്റെ ഇഷ്യൂസ്, അല്ലെങ്കിൽ നിങ്ങൾ സാമ്പത്തികമായിട്ട് അനാവശ്യമായിട്ട് ദൂർത്തടിക്കുന്നു, അതുപോലുള്ള കാര്യങ്ങൾ, ഇതൊക്കെ മാറി പോസിറ്റിവിറ്റിയിലേക്ക് വരാൻ, അതായത് എക്സസൈസ് ചെയ്യുക, ഹെൽത്ത് വൈസ് ഹെൽത്തി ഫുഡ് കഴിക്കുക, അതേപോലെ സാമ്പത്തിക കാര്യങ്ങൾ അനാവശ്യമായിട്ട് പൈസ ചിലവാക്കാതിരിക്കുക, ഇൻവെസ്റ്റ് ചെയ്യുക, അതുപോലുള്ള കാര്യങ്ങളിലേക്കൊക്കെ വരാനുള്ള ഒരു റീബർത്ത്, പൂർണ്ണമായിട്ടൊരു പുനർജന്മത്തിന് അവസരം വരാണ്. നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തിയാൽ യു ഹാവ് ടു ഡിസൈഡ് നിങ്ങൾ ഒരു പുനർജന്മം, പുതിയൊരു ജീവിതത്തിലേക്ക് വരണോ അതോ ഈ ഒരു എനർജിയിൽ നിൽക്കണോ എന്നുള്ളത്. കാരണം ഇവിടെ നിങ്ങൾക്ക് സ്ട്രെങ്ത് കാർഡാണോ ഉള്ളത്. ഈ ഒരു എനർജി എന്ന് പറയുന്നത് ലൈഫിൽ നിങ്ങൾ എന്താവാനാണോ ആഗ്രഹിച്ചിട്ടുള്ളത് ആ ഒരു ലെവലിലേക്ക് പോകാനുള്ള അവസരമുണ്ട്. അതിനുള്ള കഴിവും അതിനുള്ള സ്ട്രെങ്ത്തും ഒക്കെ നിങ്ങളുണ്ട്. ലിയോ ആൻഡ് വിർഗോ എനർജി കണക്ഷൻസ് ആണ്. നിങ്ങൾ ആഗ്രഹിച്ച പോലെ കാര്യങ്ങൾ കൊണ്ടെത്തിക്കാനായിട്ട് എന്തിനേയും ഇമ്പോസിബിൾ ആയിട്ടുള്ള സാഹചര്യത്തെ പോലും അതിജീവിക്കാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട്, അതിനുള്ള സ്ട്രെങ്ത് നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ്. കാരണം സൊല്യൂഷൻ ഇല്ലാത്ത കാര്യങ്ങളൊന്നും തന്നെ ഇവിടെ ഇല്ല. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ട്രസ്റ്റ്, നിങ്ങളുടെ ഡിറ്റർമിനേഷൻ, പല ലൈഫിലുള്ള പല ഓട്സിനെയും അതിജീവിച്ച് മുന്നേറാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ്. കാരണം ഇവിടെ ചില ആളുകളുടെ എനർജിയിൽ ഇതിനൊന്നും എനിക്ക് പറ്റില്ല, എക്സസൈസ് 2 ദിവസം ചെയ്ത് കഴിഞ്ഞാൽ പറ്റില്ല എന്ന് ചിന്തിക്കുന്നുണ്ട്, അല്ലെങ്കിൽ പൈസ ഷോപ്പിങ്ങിന് പോകാതിരിക്കാൻ പറ്റില്ല എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടാവും. പക്ഷെ അങ്ങനെയൊന്നുമല്ല, നിങ്ങൾ വിചാരിച്ചാൽ നടക്കാത്തതായിട്ട് ഒന്നുമില്ല. ഈ ഒരു എനർജി എന്ന് പറഞ്ഞാൽ ഇത് റിയൽ ലൈഫ് സിനാരിയോയിൽ നോക്കുകയാണെങ്കിൽ ഡാൻസിങ് വിത്ത് എ ലയൺ ആണ്. ലേഡി ഡാൻസിങ് വിത്ത് ലയൺ, അത് ഇമാജിൻ പോലും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അതായത് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യത്തെ പോസിബിൾ ആക്കാനുള്ള നിങ്ങളുടെ കഴിവ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്ന സമയമാണ്. അത് ഉപയോഗിക്കുക, ധൈര്യമായിട്ട് മുന്നോട്ടേക്ക് പോവുക എന്നുള്ളൊരു മെസ്സേജാണ് ഇവിടെ തരുന്നത്. നിങ്ങൾ നെഗറ്റീവായിട്ട് ചിന്തിക്കാതെ ധൈര്യമായിട്ട് മുന്നോട്ടേക്ക് പോകാനായിട്ട് ശ്രമിക്കുക എന്നുള്ളൊരു എനർജിയാണ് നിങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നത്. വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കണക്ഷനാണിത്. നിങ്ങളുടെ മെയിൻ തീം വന്നിട്ടുള്ളത് 10 ഓഫ് കപ്സ് എനർജിയാണ്. 10 ഓഫ് കപ്സ് എനർജി കണക്ഷൻസ്.
ഇത് സൂചിപ്പിക്കുന്ന ഓവർവെൽമിങ് ഇമോഷനാണ്. അപ്പോൾ അതായത് ഹാപ്പി മാർസ് ഇൻ പൈസസ് ആണ്. മാർസ് ഇൻ പൈസസ് എന്ന് പറഞ്ഞാൽ പൈസസ് പൊതുവെ സ്വപ്നജീവികളാണ്. കാര്യങ്ങളൊന്നും അതായത് സ്വപ്നം കണ്ടിരിക്കും, ആക്റ്റീവ് അത്രയുമല്ല. ഇവിടെ മാർസ് എനർജി ആണ് ഉള്ളത് പൈസസിൽ. അപ്പോൾ വളരെ ആക്റ്റീവായിരിക്കും. സ്വപ്നം കണ്ടിരിക്കുകയല്ല, ആ സ്വപ്നം സബലീകരിക്കാൻ വേണ്ടിയിട്ട് പ്രയത്നിക്കുകയാണ് ചെയ്യുക. ഇമോഷണലിലാണ്, പക്ഷേ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നിടത്ത് ഏറ്റവും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു സമയമാണ് പൈസസ്. അപ്പോൾ ഇവിടെ സൂചിപ്പിക്കുന്ന ഹാപ്പിലി എവർ ആഫ്റ്റർ എനർജിയാണ്. വളരെ സന്തോഷമായിട്ട് ഹാപ്പി ഫാമിലി ആയിട്ട് നിൽക്കുന്ന, നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്ന മുഹൂർത്തമാണ്. അതിനുവേണ്ടി നിങ്ങൾ ആക്ഷൻ ഓൾറെഡി എടുത്ത ആളുകളാണെങ്കിൽ ആ ആക്ഷൻ സക്സസ് ആവുന്ന സമയമാണ്. ഫാമിലി, ലവ്, റൊമാൻസ്, ഫ്രണ്ട്ഷിപ്പ് ഇതൊക്കെയുള്ള സമയമാണ്. ഒരു ഇമോഷണലി വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള സമയമാണ്. ഹാപ്പി മൊമെൻറ്റ്സ് ആണ് ലൈഫിൽ. മാരേജ് പോലുള്ള കാര്യങ്ങളൊക്കെ നടക്കാൻ സാധ്യതയുണ്ട്. ഓൾറെഡി മാരീഡ് ആയിട്ടുള്ളവരാണ്, റിലേഷൻഷിപ്പിലുള്ളവരാണെങ്കിൽ മാരീഡ് ആവും. മാരീഡ് ആയിട്ടുള്ളവരാണെങ്കിൽ വളരെ ഹാപ്പി ആയിട്ടുള്ളൊരു പോസിറ്റീവ് ലൈഫ് ലീഡ് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. Thank you all for watching.